ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചു, എന്താണെന്ന് ഞാൻ പറയണില്ല. അതായത് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളെപ്പോഴാണ് പഠിക്കുക? ചീവീട് കരയണ ഒച്ചയുണ്ട്. ഞാൻ മറ്റേ ലൈഫ് ഓഫ് ഷെഫ്നയുടെ വീഡിയോ പറയണ പോലെ ഏറ്റവും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു കോർണറിൽ പോയി വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ചീവീട് എന്നെ അതിന് അനുവദിക്കുന്നില്ല. അതൊക്കെ ഒരു സൈഡിൽ കൂടെ പൊക്കോളും, വോട്ടെവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഒരു ലൈറ്റുള്ള സൺലൈറ്റ് ആവാം, അത് ട്യൂബ് ലൈറ്റ് ആവാം, എന്ത് ലൈറ്റായാലും കുറച്ച് ലൈറ്റുള്ള ഒരു ഏരിയ ചൂസ് ചെയ്യുക. പിന്നെ വേറെ നമുക്ക് ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഡിസ്ട്രാക്ഷൻ പറയുകയാണെങ്കിൽ ടി വി, മൊബൈലൊക്കെയാണ്. ഓഫ് കോഴ്സ് മൊബൈലില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ലാപ്ടോപ്പിലേക്ക് ഒരു സ്വിച്ച് ചെയ്താൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ലാപ്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഒരു ജനറൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. നമുക്ക് ഇന്ന്, അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾ, ഷോർട്ട് ടൈം ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഇന്നത്തെ മാത്രം നമ്മൾ ഇന്ന് എന്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലുണ്ടോ, അതിൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്തുമ്പോൾ നമുക്കൊരു മനസ്സുഖം കിട്ടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കത് ടിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ കാര്യം ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നാളത്തേക്കുള്ളത് ഡേറ്റ് ഇട്ട് നമുക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നാളത്തെ ടു ഡു ലിസ്റ്റ് നാളെ തന്നെ ഉണ്ടാക്കാം. അങ്ങനെയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ എനിക്ക് പറയണം എന്ന് തോന്നി. പിന്നെ എനിക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത്, ഒരു ടിപ്സ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ച് ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എപ്പോഴും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തോന്നുന്നതെല്ലാം ഒരു വ്ളോഗായിട്ട്, ഒരു സീരീസ് പോലെ, അതായത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക, അങ്ങനെ ഒരു സീരീസ് പോലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുക. നോട്ടിഫിക്കേഷൻ ഇൻ ദ സെൻസ്, നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ വീഡിയോ വരും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോസാണല്ലോ ഫസ്റ്റ് വരിക. അപ്പോൾ അങ്ങനെ വായിൽ വെള്ളം പറ്റി, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടും, പിന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ജോലിയും കൊലിയില്ലാത്ത ഇരിക്കുന്നവർക്കൊക്കെ ഒരു വരുമാനമാവുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായത്തിലോട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അതെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ. നാളെ വേറെ ഒരു വീഡിയോയുമായി പിന്നെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ കൂടി ഞാൻ ഇവിടെ എൻ്റെ ചെറിയ വാക്കുകൾ എന്ന് പറയാമോ, എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.